ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഹ്യൂജ് റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് എൻട്രിയും എക്സിറ്റും റിവേഴ്സലും നമ്മുടെ സോഫ്റ്റ്വെയർ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേക്ക് റിവേഴ്സൽ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിലും മോർണിംഗിൽ തന്നെ നമുക്ക് ഡൗൺ അടിച്ചിറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു റിവേഴ്സൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സപ്പോർട്ട് അടിച്ചിറങ്ങി പിന്നെ ഒരു ഹ്യൂജ് ഡൗൺഫോൾ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. ആണെങ്കിൽ മോർണിംഗിൽ നമ്മുടെ സോഫ്റ്റ്വെയറുടെ സെൽ സിഗ്നൽ മോർണിംഗിൽ തന്നിട്ടുണ്ട്. 9:18 നമുക്ക് വന്നതാണ്. അതിൻ്റെ എൻട്രി പോയിന്റും താഴെ ടാർഗറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പക്ഷേ അവിടെ നമുക്ക് കൺഫേം ഇല്ലായിരുന്നു. കാരണം സോഫ്റ്റ്വെയർ അവിടെ സെല്ല് കാണിച്ചപ്പോഴും നമുക്ക് താഴെ അവിടെ ഗ്രീനാണ് തന്നത്. അവിടെ ഒരു ബൈ സോൺ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഒരു ഡൗൺഫോൾ വന്നെങ്കിലും അവിടെ ഒരു കൺഫർമേഷൻ, ഒരു ട്രേഡ് എടുക്കാൻ പാകത്തിൻ്റെ സിഗ്നൽ അവിടെ തന്നിരുന്നില്ല. സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരിച്ച് മാർക്കറ്റ് കയറി സപ്പോർട്ട് അവിടെ ഹ്യൂജ് ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു എൻട്രിയും പറഞ്ഞു. അവിടെ നിന്ന് അടിച്ച് താഴ്ത്തിറങ്ങി 2 പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് താഴ്ത്തിറങ്ങി. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷം നല്ലൊരു ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ്